സ്മാർട്ടായ മലയാളിക്ക് ഡബിൾ സ്മാർട്ടായ കെ സ്മാർട്ട് എന്ന ടാഗ്ലൈനോടെ സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ കെ സ്മാർട്ട് എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും ഇനി മുതൽ ഓൺലൈനായിട്ട് പൊതുജനങ്ങളിലേക്ക് കെ സ്മാർട്ടിലൂടെ ലഭ്യമാകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ നേടിയെടുക്കുന്നതിന് വിവിധ വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകളെ ആശ്രയിക്കുന്നതിന് പകരമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും ഒരൊറ്റ പ്ലാറ്റ്ഫോമിലൂടെ പൊതുജനങ്ങളിലേക്ക് നേരിട്ട് ഓൺലൈനായിട്ട് എത്തിക്കാനാണ് സർക്കാർ കെ സ്മാർട്ട് പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കെ സ്മാർട്ട് ലോഞ്ച് ചെയ്ത സമയത്ത് 6 കോർപ്പറേഷനുകളിലും 87 മുനിസിപ്പാലിറ്റികളിലും മാത്രമായിരുന്നു കെ സ്മാർട്ടിൻ്റെ സേവനം ലഭ്യമായിരുന്നത്. എന്നാൽ 2025 ഏപ്രിൽ മാസത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളിലേക്കും 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും 14 ജില്ലാ പഞ്ചായത്തുകളിലേക്കും കെ സ്മാർട്ടിൻ്റെ സേവനം സർക്കാർ വ്യാപിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ തദ്ദേശ സ്വയംഭരണം, നിങ്ങൾ ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പരിധിയിൽ വരുന്ന വ്യക്തിയാണെങ്കിലും എല്ലാ സേവനങ്ങളും ഇനി കെ സ്മാർട്ട് എന്ന ഒറ്റ ഏകീകൃത പ്ലാറ്റ്ഫോം വഴിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. കെ സ്മാർട്ട് പ്ലാറ്റ്ഫോമിലൂടെയുള്ള ഈ ഓൺലൈൻ സേവനങ്ങൾ ലഭിക്കുന്നതിന് നമ്മൾ ഈ കെ സ്മാർട്ട് പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് വീഡിയോൻ്റെ ഒടുവിൽ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഈ കെ സ്മാർട്ട് പ്ലാറ്റ്ഫോമിലൂടെ എന്തൊക്കെ സർവീസസ് ആണ് ലഭിക്കുന്നത് എന്ന് നമുക്ക് വേഗത്തിലൊന്ന് നോക്കാം. കെ സ്മാർട്ട് പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ലഭിക്കുന്ന വിവിധ സർവീസുകൾക്ക് വേണ്ടി എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ ഈ ചാനലിലൂടെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കെ സ്മാർട്ടിലൂടെ ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം പ്രാദേശിക സർക്കാരുകളുടെ എല്ലാ സേവനങ്ങളും ഓൺലൈനായിട്ട് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ബർത്ത് രജിസ്ട്രേഷൻ നമുക്ക് കെ സ്മാർട്ടിലൂടെ ചെയ്യാൻ സാധിക്കും. ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. ബർത്ത് നെയിം ഇൻക്ലൂഷൻ, നെയിം കറക്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് കെ സ്മാർട്ടിലൂടെ ചെയ്യാൻ സൗകര്യം സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാരേജ് രജിസ്ട്രേഷൻ നമുക്ക് കെ സ്മാർട്ടിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും. പണ്ട് നമുക്കറിയാം, വധുവരന്മാർ തദ്ദേശ സ്വയംഭരണ ഓഫീസിൽ നേരിട്ട് ഹാജരായി വേണം മാരേജ് രജിസ്ട്രേഷന് അപേക്ഷ സമർപ്പിക്കാൻ. എന്നാൽ ആ സ്ഥിതി ഇപ്പോൾ മാറി. ഇനി ലോകത്തെ എവിടെ നിന്നും വധുവിനും വരനും ഏതു സമയത്തും വീഡിയോ KYCയിലൂടെ മാരേജ് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് കെ സ്മാർട്ടിലൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡെത്ത് രജിസ്ട്രേഷനും നമുക്ക് കെ സ്മാർട്ടിലൂടെ ചെയ്യാൻ സാധിക്കും. ഡെത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. കെ സ്മാർട്ട് പ്ലാറ്റ്ഫോമിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് മാരേജ് രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ ഫീസാണ് അതിന് ആപ്ലിക്കബിൾ, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അതിന് വേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായ ഡോക്യുമെൻറ്റേഷൻ ഈ കെ സ്മാർട്ട് പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രോപ്പർട്ടി ടാക്സ് അല്ലെങ്കിൽ ബിൽഡിംഗ് ടാക്സ് നമുക്ക് കെ സ്മാർട്ട് പ്ലാറ്റ്ഫോം വഴി പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ റെസിപ്റ്റ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മൾ ഈ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നൽകിയ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്തെടുക്കാനും കെ സ്മാർട്ട് പ്ലാറ്റ്ഫോമിലൂടെ സാധിക്കുന്നതാണ്. നമുക്കറിയാം, മുൻപ് നമ്മൾ പ്രോപ്പർട്ടി ടാക്സ് അല്ലെങ്കിൽ ബിൽഡിംഗ് ടാക്സ് പേ ചെയ്തുകൊണ്ടിരുന്നത് കേരള സർക്കാരിൻ്റെ തന്നെ സഞ്ജയ വെബ്സൈറ്റ് ത്രൂ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ആ വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആ സേവനങ്ങൾ ലഭ്യമല്ല എന്നൊരു ഇൻഫർമേഷനാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ബിൽഡിംഗ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഏത് ലോക്കൽ ബോഡിയുടെ അണ്ടറിൽ വരുന്നതാണെങ്കിലും, പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ഏത് ലോക്കൽ ബോഡിയുടെ അണ്ടറിൽ വരുന്നതാണെങ്കിലും ഇനി മുതൽ പ്രോപ്പർട്ടി ടാക്സ് പേ ചെയ്യേണ്ടത് കെ സ്മാർട്ട് പ്ലാറ്റ്ഫോം ത്രൂ ആണെന്ന് പ്രത്യേകം ഓർക്കുക. മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഏതെങ്കിലും ഫയൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ കീഴിലുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ഈ കെ സ്മാർട്ട് പ്ലാറ്റ്ഫോം വഴി ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങളുടെ ഫയൽ നമ്പർ എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫയലിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ബിൽഡിംഗ് പെർമിറ്റിന് അപ്ലൈ ചെയ്യുക, ട്രേഡ് ലൈസൻസിന് അപ്ലൈ ചെയ്യുക തുടങ്ങിയ സർവീസസ് ഒക്കെ ഇനി കെ സ്മാർട്ട് പ്ലാറ്റ്ഫോം ത്രൂ ആണ് ലഭിക്കുക. ഇനി എങ്ങനെയാണ് കെ സ്മാർട്ട് പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്ത് ഒരു അക്കൗണ്ട് തുടങ്ങുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഇവിടെ മുകളിലായിട്ട് കാണുന്ന രജിസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ സിറ്റിസൺ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നീട് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ഇവിടെ ഒരു ഡിക്ലറേഷൻ വന്നിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാണ്. അവിടെ ചെക്ക് മാർക്ക് ടിക്കിട്ട് താഴെ കാണുന്ന പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. 2 രീതിയിൽ നമുക്ക് ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന്, നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് ആ ആധാർ കാർഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP വെരിഫൈ ചെയ്ത് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, ഇവിടെ നൽകിയിരിക്കുന്ന ഡോക്യുമെൻറ്റ്സിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് അതിൻ്റെ ഡോക്യുമെൻറ്റ് നമ്പർ ഇവിടെ നൽകി അതിൻ്റെ ഒരു ഇമേജ് കൂടെ ഇവിടെ അപ്ലോഡ് ചെയ്ത് നൽകി നെയിമും ഇമെയിൽ IDയും എൻ്റർ ചെയ്ത് OTPയും വെരിഫൈ ചെയ്ത് നമുക്ക് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചൂസ് ചെയ്യുന്നത് രജിസ്റ്റർ വിത്ത് ആധാർ നമ്പർ എന്ന ഓപ്ഷനാണ്. നമ്മുടെ ആധാർ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഗെറ്റ് OTP എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആധാറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
പിന്നീട് ഈ കെ സ്മാർട്ട് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗെറ്റ് ഒ ടി പി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ്. ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വാട്സാപ്പ് നമ്പറും ഇമെയിൽ ഐ ഡിയും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ഒ ടി പി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വാട്സാപ്പും ഇമെയിൽ ഐ ഡിയും നിങ്ങൾക്ക് വേണമെങ്കിൽ നൽകാം, അല്ലെങ്കിൽ താഴെ കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്യുന്നതോടുകൂടെ നമ്മുടെ കെ സ്മാർട്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കെ സ്മാർട്ടിൽ ലോഗിൻ ചെയ്യാൻ നിങ്ങൾ ആ രജിസ്ട്രേഷൻ സമയത്ത് നൽകിയ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് അതിലേക്ക് ഒരു ഒ ടി പി വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കെ സ്മാർട്ടിലേക്ക് ഈസി ആയിട്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. കെ സ്മാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനിയും പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.